അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എൻ്റെ വീഡിയോസ് ഇന്നത്തെ ഡേ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ ഏകദേശം ഇതാ ഒരു 6:45 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പതിവ് പോലെ നേരത്തെ തന്നെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ 6:45 ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലെ പുതിയ അതിഥികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുകെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ഫിഷിനെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ അക്വേറിയമൊക്കെ നമ്മളെ വീട്ടിൽ പണ്ടേ ഉണ്ടായിരുന്നേ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് അതെടുത്തുകൊണ്ട് വന്നു. പിന്നെ അതാ കുറച്ച് ഫിഷിനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ള പുതിയ അതിഥിയാണ്. ഇതിനു മുമ്പ് കുറേ അതിഥികൾ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് വേഗം അടുപ്പ് തീയൂട്ടി എടുത്തിട്ടുണ്ട്. അടുപ്പ് തീയൂട്ടുന്നതിന് മുമ്പായിട്ട് ഇതാ ചായക്കുള്ള വെള്ളം വെച്ചപ്പം അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ട് ചായ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പുട്ടാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി കേട്ടോ. മാക്സിമം നമ്മളെ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീരണം എന്നുണ്ടെങ്കിൽ, നല്ല ശീലം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സ് അതും നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് ഈസി ആയിരിക്കും കേട്ടോ. തലേന്ന് രാത്രി നമുക്ക് കിട്ടുന്ന സമയം ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ലേ? ആ ഒരു ടൈം മതി കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് മതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഈ തേങ്ങയും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് റെഡിയാക്കിയതുകൊണ്ട് പുട്ട് ചുട്ടെടുക്കാൻ എനിക്ക് ഈസി ആയിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു പുട്ടിന് ചുടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തേങ്ങ ചെരുകണം, തേങ്ങ പൊളിക്കണം, അങ്ങനെ ഓരോ കടമ്പ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇതൊക്കെ തലേന്ന് നേരത്തെ തന്നെ ചെയ്ത് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ അന്നത്തെ രാവിലെ തന്നെ പറയുന്നത്, രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ജോലി ഉണ്ടാവും, പെട്ടെന്ന് തീർക്കേണ്ട ആവശ്യം വരും. കാരണം കുഞ്ഞു മക്കളുള്ളതാണ്, ബാക്കിയുള്ള മക്കൾ സ്കൂളിൽ പോകണതാണ്, ഹസ്ബൻഡിന് പോകണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരണമെന്നുണ്ടെങ്കിൽ തലേന്ന് കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈശുവിന് ചായയൊക്കെ കൊടുത്ത് അവൻ്റെ ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തലേന്ന് രാത്രി ഞാൻ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കണ്ടെത്തും കേട്ടോ. അതിനുള്ള ആ ഒരു മെനുവും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കേ. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പുട്ടും കടലക്കറി കേട്ടോ. അങ്ങനെ കടലക്കറി ഞാൻ അടിച്ചു വരുന്നതിന് മുമ്പായിട്ട് കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നല്ലപോലെ വെന്തപ്പം അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്കും കൂടിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോഴേ നമ്മളെ കടലക്കറിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ ഇതാ നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് വറവിട്ടെടുത്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റമൊക്കെ അടിച്ചാരിയുണ്ട് ആ ഒരു പണി നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറിനുള്ള വെള്ളം നമ്മൾ പുട്ട് ചുട്ട് കഴിഞ്ഞപ്പം വെച്ചിട്ടുണ്ടായിരുന്നേ. അത് പിന്നെ ഞാൻ പോയിട്ട് വേഗം അരിയൊക്കെ കേകിയിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെല്ലാവരും ഇരുന്നിട്ടാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം എന്താ പറയുക ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നോക്കും കേട്ടോ. ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ കഴിയാത്തുള്ളൂ കേട്ടോ. നമ്മൾ രാവിലെ തന്നെ അവരെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ എന്താ അറിയില്ല, അന്നത്തെ ദിവസം നല്ലൊരു എനർജിക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടി രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ചെറിയ പോകാൻ നേരത്തെ താഴത്ത് പുളിമരത്തുമെന്ന് പുളി വീണിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ പുളിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഈ ഒരു പുളിയിൽ നിന്ന് ഇത്ര തോനെ നല്ല പുളി കിട്ടൽ അധികമൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഇത്രയും പുളി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കേടായിട്ടും മൊത്തത്തിൽ കേടായിട്ടൊക്കെയാണ് കേട്ടോ കിട്ടാറുള്ളത്.
അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് വെയിലത്തിടാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ താഴെയുള്ള വീട്ടിലേക്ക് പോയതായിരുന്നേ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോടും പാടും വയലും അങ്ങനെ ആയിട്ട് ഒരുപാട് നല്ല നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് കേട്ടോ, മെസ്സേജ് അയക്കാറുണ്ട്. ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വന്നതിന് ശേഷം വേഗം മല്ലി ഉണ്ടായിരുന്നു കേട്ടോ. മല്ലി നമ്മൾ കുറേ മുന്നേ ഉണക്കിയിട്ട് എടുത്തു വെച്ചതായിരുന്നേ. ഒന്നും ആയിട്ടില്ല, നല്ല പോലെ എന്താ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി വെച്ചതാണ് കേട്ടോ. അത് ഒന്ന് മുളകൊക്കെ ഏകദേശം വെയിലത്തുനിന്ന് എന്താ പറയുക നല്ല പോലെ വെയിലുണ്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലി വെയിലത്തിട്ടു കേട്ടോ. അതിനിടയിലാണ് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പക്ക് ചായയും പലഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഉപ്പ പോയൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വേഗത കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ. നമ്മളെ നോമ്പിൻ്റെ പണി ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പാത്രങ്ങൾ ഇതുപോലെ നമ്മൾ തറവാട് വീടായതുകൊണ്ട് തന്നെ കുറേ പണ്ടത്തെ പാത്രങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ, പഴയ പാത്രങ്ങളൊക്കെ. പക്ഷേ നല്ലതാണ്, നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയും തോനെ പാത്രങ്ങളൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ നോമ്പ് പണിക്ക് നമ്മൾ കൊല്ലത്തിൽ ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എടുത്തു വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന അത്രത്തോളം ഞാൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടേ ചെയ്യുള്ളൂ, കാരണം ടൈം ഉണ്ടല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് പതുക്കെ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹെൽത്തിനും വലിയൊരു മോശം സംഭവിക്കില്ല, നമുക്കും ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഇതാ ആ പാത്രങ്ങളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെയിൽ പോവാനായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് അവിടെ അടുക്കളയിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ അറിയില്ല, ഇപ്പോൾ കുറച്ച് തോനെ എന്താ പറയുക വെയിലുമാണ്, അതേപോലെ പൊടിയും കുറച്ച് തോനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി തുടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ ഈ ഡൈനിയാൾ കൊലായി ഇതൊക്കെ നമ്മൾ ഡെയിലി തുടച്ചാലും നല്ലൊരു നീറ്റ്നെസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഡൈനിയാളിൽ ആദ്യം ഞാൻ കൊലായി തുടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം പിന്നെ ഡൈനിയാളിൽ തുടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴേ 100 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ഭയങ്കര അബദ്ധത്തിലേക്ക് പോകും കേട്ടോ. നമുക്ക് തന്നെ അത് ലാസ്റ്റ് ഒരു പണി കിട്ടും കേട്ടോ. ശരിക്കും പറഞ്ഞാലേ നമുക്ക് നമ്മളെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ. നമ്മൾ എത്രത്തോളം അവരെ വിശ്വസിച്ചാലും ലാസ്റ്റ് അവർ നമുക്ക് ഒരുപാട് പണി തന്നിട്ട് പോകും കേട്ടോ. എനിക്കും അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അവരോടൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളൂ, കാരണം എന്നെ മാറ്റിയെടുത്തത് അവരാണല്ലോ. ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയാൻ മാത്രം അറിയാവുന്ന എന്നെ ഇത്രയും ബോൾഡാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കല്ലേ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അതിനെ ഞാൻ അവരോട് നന്ദി പറഞ്ഞാൽ തീരൂല കേട്ടോ. പക്ഷെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ എന്ന് പറയല്ലോ. അതാണ് കേട്ടോ ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് അയക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് വെയിലൊക്കെ പോയപ്പോൾ ഇതാ വേഗം മല്ലി മുളകൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.